ഈ ജെൻഡർ ആൺ പെണ്ണല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇത് എത്ര കാലം മുൻപാണ് ഈ ആണും പെണ്ണും ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചകൾ എപ്പോൾ തുടങ്ങിയത്? നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുന്നത് നമ്മളിത് പറഞ്ഞാൽ ആധുനികർ പറയുന്ന ഇപ്പൊ അനസാഹിബ് പറഞ്ഞല്ലോ, പുരോഗമനത്തിന്റെ ആളുകൾ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ പുരോഗമനത്തിന്റെ ആളുകൾ തന്നെ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് 950 ശേഷമാണ്. 960 ശേഷമാണ്. വെറും 50-60 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. മനുഷ്യരാശി ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകൾ ഒന്നും ചർച്ചയില്ലാത്ത ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മൂവ്മെന്റ്, ഒരു ആക്ടിവിസം ഇല്ലാത്തൊരു സാധനം 970-കൾക്ക് ശേഷം വളരെ ആക്റ്റീവ് ആവുന്നു. അപ്പൊ അവിടെ തന്നെ വളരെ വ്യക്തമാണ്, ജെൻഡർ സെക്സ് എന്നതല്ല ഇവിടെ ചർച്ച, മറിച്ച് ഇവരുടെ ഒരു പൊളിറ്റിക്സ് ആണ് ചർച്ച. എന്താണ് ആ ചർച്ച? അത്രയും കാലം ആൺ പെൺ എന്നതിന് പുറത്തുള്ള ജെൻഡറുകളെല്ലാം അതൊരിക്കലും നോർമൽ അല്ല. നോർമൽ അല്ല എന്നതിന്റെ ഉദ്ദേശം അതൊരിക്കലും നമുക്ക് സാധാരണ മനുഷ്യരിൽ കണ്ടുവരാൻ സാധിക്കാത്തതാണ് എന്നും അത് കുറച്ചൊരു വ്യത്യസ്തമായ, ഒന്നുകിൽ ഡീവിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡൈവേർജന്റ് ആയതാണെന്ന് പറയാം എന്നൊക്കെ പറയാവുന്ന ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ്. നമ്മളിപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇപ്പോ ഹോമോസെക്ഷൽസ് എന്നൊക്കെ പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. പക്ഷെ ഇവർ ആക്ടിവിസമായി സ്പെക്ട്രം കൊണ്ടുവരുമ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 970-കളിൽ സിമോൺ ദ ബോഹർ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട അഡ്വക്കസിയിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു എക്സ്പോണന്റ് ആണ് സിമോൺ ദ ബോഹർ. സിമോൺ ദ ബോഹർ ജെൻഡറും സെക്സുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ജെൻഡർ സെക്സ് എന്നത് രണ്ടല്ല എന്നാണ്. ജെൻഡറും സെക്സും രണ്ടല്ല. പക്ഷെ നമ്മളിപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ഫോം ഫില്ല് ചെയ്യുമ്പോൾ സെക്സും ജെൻഡറും ഒന്നല്ലേ? രണ്ടല്ലല്ലോ. നമ്മൾ സെക്സ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ മെയിൽ ഫീമെയിലിനെ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇത് പതിയെ മാറ്റി കൊണ്ടുവരാനുള്ള ഒരു പണി എടുക്കുന്നു. അത് എന്തിനു വേണ്ടി? അതാണ് ഇവിടെ നമ്മൾ നേരത്തെ ബിഗ് ബോസിന്റെ വിഷയത്തിലൊക്കെ പറഞ്ഞത്. ഇത് നോർമലൈസ് ചെയ്യുന്നതോട് കൂടി ഈ സ്പെക്ട്രത്തിനുള്ളിലേക്ക് ഇവർക്ക് എന്തും കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ആമുഖം.